Hello. In the last class, we discussed some important essay type questions. Am I right? So today we are going to finish our chapter. Okay. So let us start from some simple topics. So first we are discussing equilibrium of a particle. ഒരു പാർട്ടിക്കിളിൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒന്നുമില്ല, നോക്കൂ, ഇതൊരു പാർട്ടിക്കിളാണ്. ഈ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കിളിൻ്റെ മണ്ടയിലുള്ള നെറ്റ് ഫോഴ്സ് സീറോ ആണ്. എന്ത് സീറോ ആണ്? നെറ്റ് ഫോഴ്സ് സീറോ ആണെങ്കിൽ ആ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണ്. ഞാൻ എന്താണ് പറഞ്ഞത്? ഒരു പാർട്ടിക്കിൾ, ഒരു സാധനം ഇക്വിലിബ്രിയത്തിലാകണം എന്ന് പറയണമെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ മണ്ടയിലുള്ള ടോട്ടൽ ഫോഴ്സിൻ്റെ ആൻസർ എത്രയായിരിക്കണം? സീറോ ആയിരിക്കണം. ഇനി അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയും, ടോട്ടൽ ടോർക്കിൻ്റെ ആൻസർ എന്താണ്? ടോട്ടൽ ടോർക്ക്. അപ്പോൾ ടോട്ടൽ ടോർക്കിൻ്റെ ആൻസറും സീറോ ആയിരിക്കണം. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ടോർക്ക് എന്ന് പറഞ്ഞാൽ ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സിനെ പറയുന്ന പേരാണ് ടോർക്ക്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ അതിലുള്ള നെറ്റ് ഫോഴ്സും നെറ്റ് ടോർക്കും സീറോ ആകണം. എന്താണ്? ഒരു പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിലെ നെറ്റ് ഫോഴ്സും നെറ്റ് ടോർക്കും എത്രയാണ്? സീറോ ആണ്. ഓർത്ത് വെച്ചോണം. അപ്പോൾ ഇത് ടോർക്കിനെ പറ്റി നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കാം. ഇപ്പം അതിൻ്റെ കാര്യം ഞാൻ മിണ്ടുന്നില്ല. സോ ഒരു പാർട്ടിക്കിൾ ഇവിടെ ഉണ്ട്. ഈ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മണ്ടയ്ക്കുള്ള നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും? സീറോ ആയിരിക്കും. ഇനി നിങ്ങളുടെ ഈ പാർട്ടിക്കിളിൻ്റെ പുറത്ത് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചോളൂ. F1 എന്ന് പറയുന്ന ഫോഴ്സും F2 എന്ന് പറയുന്ന ഒരു ഫോഴ്സും ഈ പാർട്ടിക്കിളിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്നു ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F1 പ്ലസ് F2 അല്ലേ? F1 പ്ലസ് F2 രണ്ട് ഫോഴ്സുകളും വെക്ടേഴ്സ് ആയതുകൊണ്ട് രണ്ടിൻ്റെയും വെക്ടർ സം വേണം നിങ്ങൾ എടുക്കാൻ. എന്താ എടുക്കേണ്ടത്? വെക്ടർ സം. നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. നമ്മുടെ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഈ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ മണ്ടയിലുള്ള നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും? സീറോ. അപ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ മണ്ടയ്ക്ക് രണ്ട് ഫോഴ്സ് ഉണ്ട്, F1ഉം F2ഉം. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ F1ൻ്റെയും F2ൻ്റെയും കൂടെ എന്താണ്? നെറ്റ് എഫക്റ്റ്, അതായത് വെക്ടർ സം ഓഫ് F1 ആൻഡ് F2 എത്രയായിരിക്കണം? സീറോ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കണം? സീറോ. അപ്പോൾ ഇതാണ് നെറ്റ് ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ F1 പ്ലസ് വെക്ടർ F2 ആണ് ഇവിടുത്തെ നെറ്റ് ഫോഴ്സ്. ഇതിൻ്റെ ആൻസർ സീറോ ആണെങ്കിൽ നിങ്ങളുടെ ഈ പാർട്ടിക്കിൾ എന്തിലാണെന്ന് പറയാം? ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ വെക്ടർ F1 ഈസ് ഈക്വൽ ടു ഇതെടുത്ത് അപ്പുറത്ത് വെച്ചാൽ മൈനസ് F2 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഈ എഴുതിക്കേണ്ട മീനിങ് എന്താണ്? രണ്ട് ഫോഴ്സുകളും ഈക്വലും പിന്നെ ഡയറക്ഷൻ ഓപ്പോസിറ്റും ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് സീറോ അല്ലേ? ഒരു പാർട്ടിക്കിളിൻ്റെ പുറത്ത് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, അത് രണ്ട് ഈക്വൽ ഫോഴ്സുകളാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എഫക്റ്റ് ക്യാൻസലായി പോയി നെറ്റ് ഫോഴ്സ് എത്രയാവും? സീറോ ആവും. അപ്പോൾ നമ്മുടെ പാർട്ടിക്കിൾ എന്തിലാവും? ഇക്വിലിബ്രിയത്തിലാവും. ഞാൻ സ്റ്റാർട്ടിങ്ങോട്ട് ഒന്നുകൂടെ പറയാം. So we are discussing about what? Equilibrium of a particle. So I am considering a particle here. So this is a particle. Okay. What did I say? Say two forces are acting here. So what are the forces? F1 and F2. Okay. Then for equilibrium, the net force acting on the particle should be zero. Am I right? So net force acting on the particle should be zero. Then how will you calculate the net force here? So how many forces are acting? Two forces. What are they? F1 and F2. What is the net force? Vector F1 plus vector F2 is the net force. Its answer should be zero. Then your particle is in equilibrium. Or I can write vector F1 is equal to ഇതെടുത്ത് അപ്പുറത്ത് വയ്ക്കൂ, മൈനസ് F2 എന്ന് എഴുതാം. That is, ഇപ്പോൾ എഴുതിയതിൻ്റെ മീനിങ് പറയൂ. F1 and F2 are equal and opposite എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ പുറത്ത് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ രണ്ട് ഫോഴ്സുകളും ഈക്വൽ ആയിരിക്കണം, അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് സീറോ ആയിരിക്കും, പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ ഈ പാർട്ടിക്കിളിൻ്റെ മണ്ടയ്ക്കുള്ള നെറ്റ് ഫോഴ്സിൻ്റെ ആൻസർ എത്രയാണ്? സീറോ ആണ് അല്ലേ? നെറ്റ് ഫോഴ്സിൻ്റെ ആൻസർ എത്രയാ? സീറോ ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ MA അല്ലേ മക്കളെ? അപ്പോൾ MA എന്താണ്? സീറോ ആണ്. ഇനി രണ്ട് നമ്പേഴ്സ് ഇവിടെ നിങ്ങൾ ഇൻറ്റു ചെയ്തിരിക്കുകയാണ്, ആൻസർ ആണ് സീറോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ സീറോ ആയിരിക്കണം. M നോട്ട് ഈക്വൽ ടു സീറോ എന്ന് നിങ്ങൾക്ക് അറിയാം. മാസ് എന്താവില്ല? സീറോ ആവില്ല. അപ്പോൾ പിന്നെ ഏതായിരിക്കും സീറോ?
ആക്സലറേഷൻ 0 ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പാർട്ടിക്കിളിന്റെ മണ്ടയിലുള്ള ആക്സലറേഷൻ എത്രയായിരിക്കും? 0. ആക്സലറേഷൻ 0 ആണെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കിൾ റെസ്റ്റിലായിരിക്കണം, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിലായിരിക്കണം. അപ്പം നിങ്ങളുടെ പാർട്ടിക്കിൾ റെസ്റ്റിലാണെങ്കിൽ ആക്സലറേഷൻ 0 ആയിരിക്കും, യൂണിഫോം വെലോസിറ്റിയിൽ പോവുകയാണെങ്കിലും ആക്സലറേഷൻ 0 ആയിരിക്കും. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ഇവിടെ യു ക്യാൻ ഫൈൻഡ് എ പാർട്ടിക്കിൾ. സീ ദ പാർട്ടിക്കിൾ ഈസ് ഇൻ ഇക്വിലിബ്രിയം. So the net force acting on your particle is 0. Then what is F? Ma. Ma equal to 0. So here you are multiplying two numbers. Answer equal to 0. M cannot be 0. So what should be 0? A should be 0. For A to be 0, the particle may be at rest or moving with a constant velocity. Am I right? Restil irikkunna saanathinte acceleration etra? 0. യൂണിഫോം വെലോസിറ്റിയിലുള്ള സാധനത്തിന്റെ ആക്സലറേഷൻ എത്ര? 0. ശരിയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ പാർട്ടിക്കിൾ റെസ്റ്റിലിരിക്കുകയോ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിലുള്ള ആക്സലറേഷൻ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ മണ്ടയ്ക്കുള്ള നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. നിങ്ങളുടെ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഞാൻ എന്താണ് പറഞ്ഞത്? ഒരു പാർട്ടിക്കിൾ എടുത്തു, ആ പാർട്ടിക്കിൾ റെസ്റ്റിലാണെങ്കിൽ അതിന്റെ ആക്സലറേഷൻ എത്ര? 0 ആണ്. അപ്പോൾ അതിന്റെ മണ്ടയിലുള്ള ഫോഴ്സ് എത്ര? 0 ആണ്. അപ്പോൾ ആ പാർട്ടിക്കിൾ എന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്. അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്താൽ അതിന്റെ ആക്സലറേഷൻ എത്ര? 0. അപ്പോൾ അതിന്റെ മണ്ടയിലുള്ള നെറ്റ് ഫോഴ്സ് എത്ര? 0. നിങ്ങളുടെ പാർട്ടിക്കിൾ എന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ when can you say that a particle is in equilibrium? A particle is in equilibrium if the net force acting on the particle is 0. For net force is 0. So ma should be 0. So m cannot be equal to 0. So what should be 0? Acceleration of your particle should be 0. For acceleration to be 0, your particle may be at rest or moving with a constant velocity. So you consider a particle at rest. So what is acceleration of your particle? 0. Then what is the net force acting on your particle? 0. Then your particle is in equilibrium. Am I right? Then you consider a particle in uniform velocity. What is acceleration of your particle? 0. Then what is the net force acting on your particle? 0. Then your particle is in equilibrium. അപ്പോൾ ഏതെല്ലാം പാർട്ടിക്കിളാണ് ഇക്വിലിബ്രിയത്തിലുള്ളതെന്ന് പറയൂ? കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയോ റെസ്റ്റിലിരിക്കുകയോ ചെയ്യുന്ന പാർട്ടിക്കിൾ എന്തിലാണെന്ന് നമുക്ക് പറയാം? ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലായെന്നോ? അപ്പോൾ അടുത്ത ഒരു കാര്യം കൂടെ പറയാം. നോക്കൂ, ഈ ബോഡി കിടക്കുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ റൈസ് ചെയ്യാണ്. നോക്കൂ, ഇവിടെ ഒരു പാർട്ടിക്കിൾ എടുക്കുന്നു. നിങ്ങൾ കണ്ടു, ഈ പാർട്ടിക്കിളിന്റെ പുറത്തുള്ള പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു. പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ ഷുഡ് ബി 0. ഈ പാർട്ടിക്കിളിന്റെ പുറത്ത് 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. എത്ര ഫോഴ്സ് ആണ്? 3 ഫോഴ്സുകൾ. F1 F2 F3 ഇങ്ങനെ 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എങ്ങനെ കാണും? വെക്ടർ F1 പ്ലസ് വെക്ടർ F2 പ്ലസ് വെക്ടർ F3 യുടെ ആൻസർ എത്ര വരണം? 0 ആണെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കിൾ ഈസ് ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ ഓർത്ത് വയ്ക്കുക. So we were discussing about equilibrium of a particle. So from the beginning, once again, what do you mean by equilibrium of a particle? So I am considering a particle. Okay, I am considering a particle. Then if the net force acting on the particle is 0, the particle is said to be in equilibrium. Okay, the particle is said to be in equilibrium. Say if the net force acting on the particle is 0, the particle is in equilibrium. Then what is force? Force is ma. So ma equal to 0. Okay, is a condition for equilibrium. Here you are multiplying two numbers. Answer equal to 0. So definitely one number should be 0. M cannot be equal to 0. So what should be 0? A should be 0. So acceleration of your particle should be 0. So if the acceleration of your particle is 0, the particle is in equilibrium. For acceleration to be 0, your particle may be at rest or moving with the constant velocity. Am I right? So constant velocity. Is it clear? Is it clear to you? So what do you mean by equilibrium of a particle? If the net force acting on the particle is 0, the particle is in equilibrium. Then for net force to be 0, ma should be equal to 0. So here we are multiplying two numbers. Answer equal to 0.
Is it? So definitely one number should be 0. M cannot be equal to 0. So definitely what will be 0? Acceleration will be 0. For acceleration to be 0, particle may be at a rest or moving with a constant velocity. അപ്പോൾ ഏത് പാർട്ടിക്കിളാണ് ഇക്വിലിബ്രിയത്തിലായിട്ടിരിക്കുന്നത്? റസ്റ്റിലിരിക്കുന്ന പാർട്ടിക്കിളിന്റെ മണ്ടയിലുള്ള നെറ്റ് ഫോഴ്സ് 0 ആണ്. അപ്പോൾ അത് ഇക്വിലിബ്രിയത്തിലാണ്. കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ മണ്ടയിലുള്ള നെറ്റ് ഫോഴ്സ് 0 ആണ്. അപ്പോൾ അതും ഇക്വിലിബ്രിയത്തിലാണ്. Is it clear to you? See, this is your particle. How many forces are acting? 2 forces are acting. So F1 and F2 are the forces. Then I say this particle is in equilibrium. So the particle is in equilibrium. So net force should be 0. So what is the net force? Net force is vector F1 plus vector F2. It is a net force. Its answer is 0. This is a condition for equilibrium in this case. If two forces F1 and F2 act on a particle, keep the particle in equilibrium, then what is the condition for equilibrium? F1 plus F2 should be 0 is a condition for equilibrium. Now, you consider your particle, 3 forces are acting. What are they? F1, F2, F3. Then, see, I say the particle is in equilibrium. Your particle is in equilibrium. Okay, so net force acting on the particle should be 0. How will you calculate the net force? Net force is equal to vector F1 plus vector F2 plus vector F3. It is a net force. Its answer should be 0 for the particle to be in equilibrium. Is it clear? മനസ്സിലായ? അപ്പോൾ എങ്ങനെയുള്ള പാർട്ടിക്കിളാണ് ഇക്വിലിബ്രിയത്തിൽ എന്ന് പറഞ്ഞോളൂ. ഇതൊക്കെ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല, പക്ഷെ ഐഡിയ മനസ്സിലാവണം. പറഞ്ഞോളൂ, എന്താണ് ഏത് പാർട്ടിക്കിളാണ് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്നത്? റസ്റ്റിലുള്ള പാർട്ടിക്കിൾ എന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്. റസ്റ്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ മണ്ടയിലുള്ള നെറ്റ് ഫോഴ്സ് എത്ര? 0. അപ്പോൾ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണ്. കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ അതിൻ്റെ ആക്സലറേഷൻ എത്ര? 0. അപ്പോൾ അതും എന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്. ഇസ് ഇറ്റ് ക്ലിയർ ടു യു? പിന്നെ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാമല്ലോ.